തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റത്തൂരിൽ നടന്നത് അപൂർവ സംഭവങ്ങൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി 8 കോൺഗ്രസ് അംഗങ്ങളും കൂട്ടമായി പാർട്ടിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. രാജിവെക്കുന്നു എന്ന് കാട്ടി DCC അധ്യക്ഷന് കത്തു നൽകിയവർ ശേഷം BJPക്കൊപ്പം ചേർന്ന് സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരിക്കാൻ BJP നടത്തുന്ന ഓപ്പറേഷൻ കമൽ മോഡലായി മറ്റത്തൂരിൽ നടന്നത്. 24 അംഗങ്ങളുള്ള മറ്റത്തൂരിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF ആയിരുന്നു. 10 സീറ്റാണ് LDFന് ഉണ്ടായിരുന്നത്. കോൺഗ്രസിന് 8 അംഗങ്ങളും BJPക്ക് 4 അംഗങ്ങളും ഉണ്ടായിരുന്നു. 2 സ്വതന്ത്രരും വിജയിച്ചു. ഇവർ രണ്ടുപേരും കോൺഗ്രസ് വിമതരായിരുന്നു. ഇന്ന് രാവിലെയുണ്ടായ നാടകീയ സംഭവങ്ങൾക്കിടെ 8 കോൺഗ്രസ് അംഗങ്ങളും രാജിവെച്ച് സ്വതന്ത്രയായി ജയിച്ച ടെസി ജോസിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഒപ്പം BJPയും ടെസിയെ പിന്തുണച്ചു. അതേസമയം ഒരു BJP അംഗത്തിന്റെ വോട്ട് അസാധുവായി. കോൺഗ്രസ് വിമതരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിലുള്ള അതൃപ്തി ചൂണ്ടിക്കാട്ടിയാണ് രാവിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചത്. ശേഷം BJPയുമായി ചേർന്ന് ടെസി ജോസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. LDFനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടുകെട്ടുണ്ടായതെന്നാണ് വിലയിരുത്തൽ. അതേസമയം കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച ഔസേപ്പിനെ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. ഇതിനു തടയിടാൻ കൂടിയാണ് കോൺഗ്രസ് അംഗങ്ങൾ BJPക്കൊപ്പം ചേർന്നത്. BJPയുമായി കൂട്ടുചേർന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ മറ്റത്തൂരിൽ പ്രകടനം നടത്തി. അതിനിടെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നേതൃത്വം അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, കൊടകര.